السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فأوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരിമാരെ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രമുഖ സഹസ്ഥാപനം ഷെയ്ഖുൽ മർഹൂം CH ബാപ്പുട്ടി ഉസ്താദ് സ്ഥാപിച്ച പറപ്പൂർ സബീലുൽ ഹിദായ ഇസ്ലാമിക് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ, അൽ ഹിദായ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ഉപവിങ്ങായ അൽ ഹാദി സംഘടിപ്പിക്കുന്ന മുസ്ലിമ കോഴ്സിൻ്റെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ നമ്മുടെ സഹോദരിമാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവരുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര മസാലകളും അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ പഠന വിഷയങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അവതരിപ്പിക്കുകയും നമ്മുടെ സഹോദരിമാരിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതുകൊണ്ടൊക്കെ നമുക്ക് വലിയ ഉപകാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അള്ളാഹുവിന് ആഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം തയമ്മുമാണ്. എന്താണ് തയമ്മും, എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. ഇതിന് കൂടുതൽ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങൾ നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് പഠിക്കുവാനും ആവശ്യം വരുമ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണല്ലോ തയമ്മും ചെയ്യേണ്ട ആവശ്യമുണ്ടാവുക. കയ്യിൽ മുറി, കാലിൽ മുറി, മുഖത്ത് മുറി, ഇങ്ങനെ സാധാരണ നമുക്ക് വുളൂ ചെയ്യൽ പ്രയാസമാകുന്ന രീതിയിൽ ഉണ്ടാവുമ്പോഴാണ്, പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ തയമ്മും ചെയ്യാറുള്ളത്. ചെറിയ അശുദ്ധിക്കും തയമ്മുമുണ്ട്, വലിയ അശുദ്ധിക്കും തയമ്മുമുണ്ട്. ഒരാൾക്ക് കുളി നിർബന്ധമായിട്ടുണ്ട്, എന്നാൽ കുളിക്കാൻ പൂർണ്ണമായി എല്ലാ അവയവത്തിലേക്കും വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും ഭാഗം മുറിയായതിൻ്റെ പേരിൽ അവിടെ വെള്ളം ചേർക്കൽ പ്രയാസമാണെങ്കിൽ ആ മുറി പരിഗണിച്ച് അവിടേക്ക് വെള്ളം ചേർക്കൽ പ്രയാസമായതിൻ്റെ പേരിൽ വലിയ അശുദ്ധിയുള്ള സമയത്ത് അഥവാ കുളിക്കുന്ന സമയത്ത് ഒരു തയമ്മും ചെയ്യൽ നിർബന്ധമാണ്. പരിശുദ്ധമായ ഖുർആനിൽ തയമ്മുമായി ബന്ധപ്പെട്ട് വ്യക്തമായി തന്നെ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. വഇൻ കുൻതും മർളാ ഔ അലാ സഫറിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത് ഔ ലാമസ്തുമുൻ നിസാ ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂ സ്വഈദൻ ത്വയ്യിബ. നിങ്ങൾക്ക് അശുദ്ധി ഉണ്ടായി, നിങ്ങൾക്ക് വെള്ളം ലഭിച്ചതില്ല, അഥവാ വെള്ളം തയമ്മും ചെയ്യാൻ കിട്ടിയില്ല, എന്നാൽ പൊടിമണ്ണ് കൊണ്ട്, ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ട് നിങ്ങൾ തയമ്മും ചെയ്യുക എന്നാണ് ഇതിൻ്റെ ആശയം. ഇവിടെ വെള്ളം കിട്ടാത്തതിൻ്റെ പേരിലും തയമ്മും ചെയ്യാം, വെള്ളം ഉണ്ടെങ്കിലും ആ വെള്ളം ഉപയോഗിക്കൽ പ്രയാസമായാലും തയമ്മും ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഹദീസിലും തയമ്മുമായി ബന്ധപ്പെട്ട് ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിന് മുസ്നദിൽ കൊണ്ടുവന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ജുഇലത്തിൽ അർളു കുല്ലുഹാ ലീ വലി ഉമ്മത്തി മസ്ജിദ വതുഹൂറ ഫൈനമാ അദ്റകത് റജുലൻ മിൻ ഉമ്മത്തി അസ്സലാഹ് ഫഇൻദഹു തുഹൂറു. എവിടെയും ശുദ്ധിയുള്ള ഏത് സ്ഥലത്തും നിസ്കരിക്കുക. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത. പള്ളി തന്നെ ആവണമെന്നില്ല, ശുദ്ധിയുള്ള എവിടെയും നിസ്കരിക്കുക. അപ്പോൾ നിസ്കരിക്കാൻ സമയത്ത് ശുദ്ധിയാക്കാൻ അവൻ്റെ മുമ്പിൽ ഏത് സന്ദർഭത്തിലും വകുപ്പുണ്ട്. വെള്ളം കിട്ടിയത് മണ്ണുണ്ട്, മണ്ണ് മതി. ഇതൊക്കെയാണ് അതിൻ്റെ ആശയം. തയമ്മും എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥൽ ഖസ്തു, ഉദ്ദേശിക്കുക എന്ന, കരുതുക. ശറയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തയമ്മും ഈസാലു തുറാബി ഇലൽ വജിഹി വൽ യദൈനി ബിശുറൂത്തിൻ മഖ്സൂസ, പ്രത്യേക നിയമങ്ങളോടുകൂടെ, നിബന്ധനകളോടുകൂടെ മുഖത്തിലേക്കും രണ്ട് കൈയിലേക്കും മണ്ണിനെ ചേർക്കുക.
തയമ്മുമിന് കുറേ ഷർത്തുകളുണ്ട്. ഒന്ന്, അൽ അജ്സു അൻ ഇസ്തിമാലിൽ മാ, വെള്ളം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അത് പല കാരണങ്ങളൊക്കെ ഉണ്ടാവാം. മറ്റൊന്ന്, അൻ യുസീലൻ നജാസത്ത് അവ്വല, നജസ് ആദ്യം നീക്കണം. അഥവാ തയമ്മും ചെയ്യുന്നതിന് മുമ്പ് നജസ് നീക്കിയിട്ടേ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നജസ് നീക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ, വെള്ളം ഉപയോഗിക്കാൻ പ്രശ്നമായതുകൊണ്ടാണ് തയമ്മും ചെയ്യുന്നത്. അപ്പോൾ നജസ് നീക്കുമ്പോഴും വെള്ളം ആക്കേണ്ടി വരും, അപ്പോൾ പ്രയാസമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഘട്ടമാണെങ്കിൽ, സന്ദർഭത്തിലാണെങ്കിൽ, അവിടെ പണ്ഡിതന്മാർ വിവരിക്കുന്നത്, ചില പണ്ഡിതന്മാർ പറയുന്നത് തയമ്മും ചെയ്യണം. നജസ് നീക്കാൻ സാധ്യമല്ലെങ്കിൽ ആ നജസ് ഉണ്ടായിരിക്കത്തില്ല, തയമ്മും ചെയ്യണം, നിസ്കരിക്കണം എന്നാണ്. ചില ആളുകൾ പറയുന്നത് അവിടെ തയമ്മും ചെയ്യാൻ വകുപ്പില്ല, കാരണം നിബന്ധന ഒത്തിട്ടില്ല, നജസ് നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഫാക്കിദ് ത്വഹൂറൈൻ, മണ്ണും കിട്ടിയില്ല വെള്ളവും കിട്ടിയില്ല. അത് വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല, മണ്ണും ഉപയോഗിക്കൽ പ്രയാസമാണ്, കിട്ടാത്തതുകൊണ്ടോ മറ്റോ. അങ്ങനത്തെ ആളും നിസ്കരിക്കണമല്ലോ എന്നതുപോലെ പിന്നീട് കളാ വിട്ടു, അതൊക്കെ വേറെ വിഷയം. പിന്നീട് മടക്കി നിസ്കരിക്കലൊക്കെ മറ്റൊരു മസാലയാണ്, അത് വേറെ വിഷയം. പക്ഷെ നിസ്കരിക്കണം, തയമ്മും ചെയ്യാതെ നിസ്കരിക്കണം എന്നാണ് ചില ഇമാം റംലി റഹിമുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. എന്നാൽ ഇബ്നു ഹജർ തങ്ങൾ റഹിമഹുല്ല പറയുന്നത്, പിന്നെ നജസ് നീക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ തയമ്മും ചെയ്യണം, പിന്നീട് ആ നിസ്കാരം മടക്കി നിസ്കരിച്ചാൽ മതി. ഇനി തയമ്മും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഷർത്താണ്, സമയമായിട്ടേ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരങ്ങൾ, ഉദാഹരണം 5 വക്ത് നിസ്കാരങ്ങൾ. ഇപ്പോൾ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തയമ്മും ചെയ്യുമ്പോൾ 12:30 മണിക്കാണ് ളുഹറിൻ്റെ സമയം തുടങ്ങുന്നതെങ്കിൽ 12:30 മണിക്ക് ശേഷമേ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. 12 മണിക്ക് ളുഹർ നിസ്കരിക്കാൻ വേണ്ടി തയമ്മും ചെയ്താൽ ആ തയമ്മും കൊണ്ട് ളുഹർ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ശുദ്ധിയുള്ള പൊടിമണ്ണ് കൊണ്ടായിരിക്കണം, മണ്ണല്ലാത്ത മറ്റുള്ള ഈ ചുമര് മറ്റുള്ള ഒന്നും പറ്റൂല, മണ്ണെന്നെ ആയിരിക്കണം, അത് ഏത് മണ്ണായാലും പറ്റില്ല. അതുപോലെ പൊടിയുള്ള മണ്ണും ആവണം, പൊടി ഉണ്ടാവണം. എല്ലാവർക്കും മനസ്സിലാവണം. പൊടിയുള്ള മണ്ണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ നമുക്ക് അതിനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഇപ്പോൾ തയമ്മും ചെയ്യാൻ കിറ്റുള്ള കാലമാണ്, തയമ്മും കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ശുദ്ധമായ പൊടിമണ്ണ് പാക്ക് ചെയ്തിട്ടുള്ള ഒരു കിറ്റ്. അപ്പോൾ ഏതായാലും ശുദ്ധിയുള്ള മണ്ണ് കൊണ്ടായിരിക്കണം തയമ്മും ചെയ്യേണ്ടത്. പിന്നെ തയമ്മുമിൻ്റെ കാരണങ്ങൾ, അൽ അജ്സു അൻ ഇസ്തിമാലിൽ മാ, വെള്ളം ഉപയോഗിക്കുന്ന തൊട്ട് അശക്തത ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. അത് 3 രീതിയിലാവാം. ഒന്ന്, വെള്ളം തീരെ കിട്ടാനില്ല, ഫഖ്ദുൽ മാ, തീരെ വെള്ളം കിട്ടാത്ത ആൾ തയമ്മും ചെയ്യുക. അപ്പം അയാളുടെ മുമ്പിൽ ഒരൊറ്റ തയമ്മേ ഉള്ളൂ, കാരണം വെള്ളം ഒന്നും കിട്ടില്ല. അപ്പോൾ അയാൾ തയമ്മും ചെയ്യും. അതേപോലെ നീയത്തൊക്കെ വെച്ചിട്ട് ആദ്യത്തെ ഒരു അടി അടിച്ചിട്ട് ആദ്യം മുഖം, പിന്നെ അടി അടിച്ചിട്ട് കൈ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും കഴിക്കാനൊന്നും ഇല്ല അയാൾക്ക്. മറ്റൊന്ന്, വെള്ളമുണ്ട്, പക്ഷേ ഈ വെള്ളം തനിക്കോ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇതര ജീവികൾക്ക്, നായ ആയാൽ പോലും ഇതര ജീവികൾ, മുഹ്തറമായ പരിശുദ്ധമായ ശരീഅത്തിൻ്റെ കാഴ്ചപ്പാടിൽ രക്തത്തിന് വില കൽപ്പിക്കുന്ന ഏത് ജീവിയും, മനുഷ്യനാവണമെന്നില്ല, ഏത് ജീവിക്കും ദാഹിക്കുന്നു, അവിടെ കുറച്ച് വെള്ളമുണ്ട്, എന്നാൽ ആ വെള്ളം ആ ജീവിക്ക് കൊടുക്കണമെന്ന മനുഷ്യൻ്റെ ജീവൻ്റെ മഹത്വമാണ് അതറിയിക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് നമുക്ക് കൂടുതലും വരാറുള്ളത്. വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളം ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് പ്രയാസമുണ്ടാകും. നമ്മുടെ കയ്യിൽ മുറിയുണ്ട്, കാലിൽ മുറിയുണ്ട്, മുഖത്ത് മുറിയുണ്ട്, വെള്ളമാക്കാൻ പാടില്ല, നനക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കയ്യിൽ പിന്നെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, കൈ വെച്ച് കെട്ടിയിട്ടുണ്ട്, പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ തയമ്മും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇന്ന് നമുക്ക് കൂടുതലും നമ്മൾ തയമ്മും ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക ഈ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായി ചർച്ച ചെയ്യാം. അതിനു മുമ്പ്
തയമ്മുമിൻ്റെ ഫർളുകൾ അർക്കാനു തയമ്മും 5 ഒന്ന്, നെക്കിൽ തുറ മണ്ണടിച്ചെടുക്കണം, അടി ഉണ്ടാവും. മുഖത്തേക്ക് എങ്ങനെയും മണ്ണെത്തിയാൽ പോരാ, നെക്കൽ എന്നത് വേണം. മണ്ണ് നമ്മൾ അടിച്ചിട്ടെടുക്കും. ഇനി ഒരു സഹോദരൻ, നമ്മളെ സഹോദരന് അവന് തയമ്മം ചെയ്യാൻ കഴിയുന്നില്ല, എന്നാൽ അയാളെ സമ്മതത്തോടു കൂടെ അയാൾ നിയ്യത്ത് ചെയ്തിട്ട് നമുക്ക് അദ്ദേഹത്തിന് തയമ്മം ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ അങ്ങനെ കൈ ആകെ കെട്ടിക്കാൻ തയമ്മം ചെയ്യാൻ കഴിയുന്നില്ല, പ്രയാസമാണ്, അല്ലെങ്കിൽ കിടപ്പ് രോഗിയാണ്, ഒരു നിലക്കും അയാൾക്ക് എണീക്കാനോ മറ്റൊന്നും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടെ അദ്ദേഹം നിയ്യത്ത് ചെയ്യേണ്ട അദ്ദേഹം ആർക്കാണ് തയമ്മം ചെയ്ത് കൊടുക്കുക, അയാൾ നിയ്യത്ത് ചെയ്യണം, നമ്മൾ ചെയ്തു കൊടുക്കാം. അങ്ങനെ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഫർള് നിയ്യത്താണ്. നിയ്യത്ത് ശ്രദ്ധിക്കണം. ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ളുഹ്ർ അസ്ർ പോലത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് നിയ്യത്ത് ചെയ്യുമ്പോൾ ഫർളാക്കപ്പെട്ട നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മം ചെയ്യുന്നു എന്ന് നിർബന്ധമായിട്ടും കരുതിയിരിക്കണം. സാധാരണ വുളൂവിൽ ചെയ്യുന്ന നിയ്യത്തുകൾ എല്ലാം ഇവിടെ പരിഗണിക്കപ്പെടില്ല. അശുദ്ധി ഉയർത്തുന്നു, ഞാൻ തയമ്മം ചെയ്യുന്നു, വുളൂ ചെയ്യുന്നു എന്ന് മാത്രം കരുതിയാൽ മതിയല്ലോ, അല്ലെ അശുദ്ധി ഉയർത്തുന്നു, അതുപോലെയുള്ള നിയ്യത്തൊന്നും ഇവിടെ പറ്റില്ല. ഇവിടെ ഫർള് നിസ്കാരം, ഫർളാക്കപ്പെട്ട നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മം ചെയ്യുന്നു എന്ന് തന്നെ വേണം. വെറും നിസ്കാരം ഹലാലാക്കാൻ എന്ന് കരുതിയാൽ അതുകൊണ്ട് ഫർള് നിസ്കരിക്കാൻ പറ്റില്ല. മൂന്നാമത്തത് മുഖം തടവുക. നാലാമത് 2 കൈയും തടവുക. അഞ്ചാമത്തത് തെർത്തീബ്, അഥവാ ആദ്യം മുഖം പിന്നീട് കൈ. ഇതുപോലെ തന്നെ ഫർള് വിവരിച്ചതുപോലെ ഏതാനും ചില സുന്നത്തുകളും തയമ്മുമിലുണ്ട്. വുളൂലൊക്കെ ഉള്ളത് പോലെ തന്നെ ബിസ്മി ചൊല്ലുക, കിബിലയിലേക്ക് മുന്നിടുക, മിസ്വാക്ക് ചെയ്യുക, 2 കൈയും കൂട്ടിയിട്ട് അടിക്കുക, 2 കൈ കൊണ്ട് കൂടി അടിക്കുക. ഒരു 2 അടി അടിക്കൽ നിർബന്ധ, മുഖത്തിനൊന്നും കയ്യിന് വേറെ. പക്ഷേ അടിക്കുന്ന സമയത്ത് 2 കൈ കൊണ്ട് കൂടി ആവുക എന്നുള്ള പ്രത്യേക സുന്നത്ത്. പിന്നെ മൂതരം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ അടി അഥവാ മുഖത്തിന് വേണ്ടി മണ്ണടിക്കുമ്പോൾ അത് ഊരി വെക്കുക എന്ന് പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ എവിടേക്കും കൂടി മണ്ണാവുള്ളൂ ഈ ഭാഗം. എന്നാൽ കയ്യിന് വേണ്ടി തയമ്മം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും അത് ഊരിയിരിക്കണം. ഒന്നാമത്തെ അടിയിൽ മുഖത്തിന് വേണ്ടി ആകുമ്പോൾ ഊരൽ നിർബന്ധമല്ല, സുന്നത്തുണ്ട്. രണ്ടാമത്തെ അടിക്ക് നിർബന്ധമായിട്ടും മൂതരം ഊരിയിരിക്കണം. പിന്നെ അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് മണ്ണുണ്ടാവും, അതൊക്കെ ഒന്ന് തട്ടുക, തഖ്ഫീഫ് ചെയ്യുക, സുന്നത്തുണ്ട്. പിന്നെ കൈയൊക്കെ കോർക്കുന്ന, ഇൻഷാ അല്ലാഹ് അതിൻ്റെ രൂപം പറയുമ്പോൾ വിശദീകരിക്കും. കോർക്കുക, വുളൂലൊക്കെ ചെയ്യുന്നത് പോലെ തുടരെ ചെയ്യുക, അഥവാ മുഖം കഴുകി ഉടനെ തന്നെ കൈയും തടവുക. ആദ്യം മുഖം തടവുക, ശേഷം ഉടനെ തന്നെ 2 കൈയും തടവുക. പിന്നെ ഒറ്റ തടവലേ ഉള്ളൂ, തക്രാർ 3 ആക്കലൊന്നും സുന്നത്തില്ല. വുളൂഇൽ സുന്നത്തുള്ളത് പോലെ മുഖം കഴുകുമ്പോൾ 3 വട്ടം കഴുകുക എന്ന് പ്രത്യേകം സുന്നത്ത് പറയപ്പെട്ടതുപോലെ ഇവിടെ തയമ്മുമിൻ്റെ അവസരത്തിൽ അങ്ങനെ സുന്നത്തില്ല. പിന്നെ ദിക്ർ, ദുആ, വുളൂ ചെയ്തതിന് ശേഷം നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ തയമ്മും ചെയ്തിട്ടും ദുആ ചെയ്യാൻ സുന്നത്തുണ്ട്. വുളൂ ചെയ്തതിൻ്റെ പേരിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ സുന്നത്തുണ്ട്, വുളൂവിൻ്റെ സുന്നത്ത് നിസ്കാരം എന്നതുപോലെ തയമ്മുമിൻ്റെയും സുന്നത്ത് നിസ്കാരം, അതൊക്കെ ഉണ്ട്. ഇനി അതിൻ്റെ ഒരു ചെറിയ രൂപത്തിൽ എങ്ങനെ തയമ്മും ചെയ്യാമെന്ന് പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തയമ്മും ചെയ്യുന്നതിന് മുമ്പായിട്ട് ശുദ്ധമായ പൊടിമണ്ണ് നമ്മൾ മുമ്പിൽ വെക്കുക. പൊടിമണ്ണായിരിക്കണം, ശുദ്ധമായതായിരിക്കണം, നജസ്സൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് ഖിബിലയിലേക്ക് മുന്നിട്ട് മിസ്വാക്ക് ചെയ്ത് നിയ്യത്ത് ചെയ്യുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. നിയ്യത്ത് ചെയ്തിട്ട്, നിയ്യത്ത് ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലോ, ഫർളാക്കപ്പെട്ട നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി എന്ന് തന്നെ നിയ്യത്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അടിക്കുക, നിയ്യത്തോടു കൂടി അടിക്കുക. ആ നിയ്യത്ത് നമ്മളെ മനസ്സിൽ വേണം. എന്നിട്ട് ഒരടി അടിച്ചു, ഒന്നും മണ്ണ് കൊട്ടി, എന്നിട്ട് മുഖം പൂർണ്ണമായിട്ട് എല്ലാ ഭാഗങ്ങളും, അത് മുകൾ ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന പ്രത്യേകം സുന്നത്തുണ്ട്, വുളൂവിലൊക്കെ ഉള്ളതുപോലെ പൂർണ്ണമായിട്ടും നമ്മൾ തടവുന്നു.
എന്നിട്ട് രണ്ടാമതും അടിക്കുന്നു. ആ അടി അടിച്ചിട്ട് കയ്യെ തടവുക. കയ്യിന്റെ മുഴുവൻ ഭാഗത്തേക്കും മണ്ണെത്തുക എന്നുള്ള നിർബന്ധം. ഒരു ശരിയായ രൂപം, ഏറ്റവും നല്ല രൂപവും സുന്നത്താക്കപ്പെട്ട രൂപം, രണ്ടടി, രണ്ടാമത്തെ അടി അടിച്ചിട്ട് രണ്ട് കയ്യിലും മണ്ണുണ്ടാവുമല്ലോ, ആദ്യം വലത്തെ കൈ തടവുക എന്നതാണ് സുന്നത്ത്. വലത്തേന് മുന്തിക്കുക. അപ്പൊ അത് ചെയ്യേണ്ട ശരിയായ രൂപം, മൊത്തത്തിൽ എല്ലായിടത്തേക്കും മണ്ണെത്തുക എന്നുള്ളതാണ് നിർബന്ധം. പക്ഷെ അതിന്റെ സുന്നത്തായ ഏറ്റവും നല്ല രൂപം, പുണ്യമുള്ള രൂപം, ഈ രൂപത്തിൽ ഇടത്തെ കൈയിന്റെ പള്ളഭാഗം എടുക്കുക. എന്നിട്ട് അത് ഇവിടെ വെക്കുക. വലത്തെ കൈയിന്റെ പുറം ഭാഗത്ത് വെച്ചിട്ട് തടവുക. ഇതുവരെ മിർഫക്ക്, മുട്ടും കൈ വരെ തടവലാണുള്ള നിർബന്ധം, അതടക്കം. അതിനപ്പുറത്തേക്ക് തടവൽ സുന്നത്തുണ്ടെങ്കിലും ഇതാണ് നിർബന്ധമായത്. ഇതിങ്ങനെ പോന്നിട്ട് ഇതുവരെ, എന്നിട്ട് ഇങ്ങോട്ട് മറിക്കുക. അപ്പൊ എല്ലായിടത്തും പോയി. ആദ്യത്തെ ഇങ്ങനെ പോന്നപ്പോൾ ഈ ഭാഗമൊക്കെ കവർ ചെയ്ത് പോന്നു. എന്നിട്ട് ഇവിടെ ഇതുവരെ എത്തി. ഇപ്പോ ഈ ഭാഗങ്ങൾ മുഴുവനായി. ഈ വിരലായിട്ടില്ല കേട്ടോ, ഇതല്ലാത്ത മുഴുവൻ ഭാഗങ്ങൾ ഇതുവരെ ആയി. എന്നിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ തടഞ്ഞിരുന്നത്, ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ, ഈ ഭാഗം കൊണ്ട് ഇടത്തെ കൈയിന്റെ തള്ളവിരലിന്റെ ഉൾഭാഗം കൊണ്ട് വലത്തെ കൈയിന്റെ തള്ളവിരലിന്റെ പുറം ഭാഗം തടവുക. എന്നിട്ട് വലത്തെ കൈ എടുത്തിട്ട് ഈ ചെയ്തതുപോലെ ചെയ്യാം. എന്നിട്ട് വലത്തെ കൈയിന്റെ ഈ ഭാഗം കൊണ്ട്, ഉൾഭാഗം കൊണ്ട് ഇടത്തെ കൈയിന്റെ ഇത്, ഇപ്പൊ ഈ ഭാഗം മുഴുവനും ഇവിടെയും ഇതുവരെയായി. ഈ ഭാഗമുണ്ട്, എന്നിട്ട് ശരിക്ക് കോർത്ത് കൈ തടവുക. ക്ലൂതൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാ ഭാഗത്തും. ഇങ്ങനെയാണ് അതിന്റെ സമ്പൂർണമായ രൂപം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി തൈമം ചെയ്യുമ്പോൾ സമയമായതിനു ശേഷം മാത്രമേ തൈമം ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, ഒരു തൈമം ചെയ്താൽ ഒരു ഫർളേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ളുഹർ നിസ്കരിക്കാൻ വേണ്ടി ചെയ്ത തൈമം കൊണ്ട് അസർ നിസ്കരിക്കാൻ പറ്റൂല. ആ തൈമം മുറിഞ്ഞിട്ടില്ലെങ്കിലും അശുദ്ധി ഉണ്ടായിട്ടില്ലെങ്കിലും പറ്റൂല. ആ അസറിന്റെ സമയമാകുമ്പോൾ വേറെ തൈമം ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഒരു അവയവത്തിൽ മുറിയുണ്ടെങ്കിൽ ഒരു തൈമം ചെയ്യണം. ഇപ്പൊ കയ്യിൽ അത് രണ്ട്, ഈ കയ്യിലുണ്ട് ഈ കയ്യിലുണ്ടെങ്കിലും ഒരു തൈമം ചെയ്താൽ മതി, അത്രേ നിർബന്ധമുള്ളൂ. കയ്യിലുണ്ട് കാലിലുണ്ട് എന്നാൽ രണ്ട് തൈമം ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് അവയവത്തിലാണോ മുറിയുള്ളത് ആ മുറിയുള്ള അവയവം കഴുകുന്ന സമയത്ത് മാത്രമേ തൈമം ചെയ്യാൻ പാടുള്ളൂ. അഥവാ നമ്മളിപ്പോൾ ഇക്കാലത്ത് നമുക്ക് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്, കയ്യില് കാലില് ഒക്കെ മുറിയായിട്ട് അതിൻ്റെ പേരിൽ തൈമം ചെയ്യുന്നതാണ് നമ്മൾ കാണാറ്. അപ്പൊ എങ്ങനെയാണ് തൈമം ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് ഒരു കയ്യിൽ ഒരാൾക്ക് മുറിയായി. കയ്യിൽ മുറിയായ ആൾ എങ്ങനെ തൈമം ചെയ്യണം? നമ്മുടെ കയ്യിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മുറിയായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. നമുക്ക് പലപ്പോഴും അങ്ങനെ കൈ ഒടിയലും കാലൊടിയലും കാൽമ മുറിയാലും കൈ മുറിയാലും ഒക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ചെറിയ മക്കൾക്കൊക്കെ, നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ധാരാളം കാണാറുണ്ട്. സഹോദരിമാർക്കുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്കത് ചെയ്യാം, നമ്മുടെ മക്കൾക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് തന്നെ ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഈ മസാലകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നമുക്കത് ഉപയോഗപ്പെടുത്താം, നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും മറ്റും അത് അവസരം വരുമ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇതാണ് ഇൽമുണ്ടായുള്ള മഹത്വം. അപ്പോൾ കയ്യിൽ മുറിയായാൽ നമ്മൾ എങ്ങനെ തൈമം ചെയ്യും? രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന്, കയ്യിൽ മുറിയായ ആൾ ആ മുറി
കെട്ടുന്ന രൂപമുണ്ട്, കെട്ടാത്ത രൂപമുണ്ട്. ഇപ്പോൾ കൈയൊക്കെ ഒടിഞ്ഞതാണെങ്കിൽ സാധാരണ നമ്മൾ കെട്ടാറുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട്. സാധാരണ ഒരു ചെറിയ മുറിയാണ്, പക്ഷേ കെട്ടാൻ മാത്രമൊന്നുമില്ല. പക്ഷേ വെള്ളം തട്ടാൻ പാടില്ല, അങ്ങനെയും ഉണ്ടാവാറുണ്ട്. രണ്ടിനും മസാല മാറ്റമുണ്ട്, ശ്രദ്ധിക്കണം. ആദ്യം നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു മുറിയായി, കൈയിൻ്റെ ഒരു ഭാഗത്ത് മുറിയായി. ആ മുറിയായ ഭാഗം ഒന്നും എവിടെയും കെട്ടിയിട്ടില്ല. എന്നാൽ എങ്ങനെ തൈമം ചെയ്യണം, എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ട ശരിയായ രൂപം? ശ്രദ്ധിക്കണം, രണ്ട് കാര്യം ഇവിടെ ചെയ്യണം. ഒന്ന് തൈമം ചെയ്യുകയും വേണം, മറ്റൊന്ന് സാധാ പോലെ വുളൂ ചെയ്യുകയും വേണം. സാധാരണ നമ്മൾ വുളൂ ചെയ്യലെങ്ങനെ, പലർക്കും അറിയില്ല. ചിലർ മനസ്സിലാക്കിയത് മുറി ഉണ്ടെങ്കിൽ ഒരു തൈമം ചെയ്ത് നിസ്കരിച്ചാൽ മതി എന്നാണ്. പല ആളുകളും അതിൽ കാണാറുണ്ട്. ചിലർ പറയും ഇപ്പോൾ തൈമം ചെയ്തപ്പോൾ ഞാൻ മടക്കി നിസ്കരിക്കണ്ടേ. തൈമം ചെയ്യുന്നതിൻ്റെ അല്ല, പിന്നെ ഈ മുറി ആയി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ അത് കിട്ടുന്നതിന് മുമ്പായിട്ട് വുളൂ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. ചില സന്ദർഭം നമുക്ക് കഴിഞ്ഞോളന്നില്ല, പെട്ടെന്നൊരു അപകടം ഉണ്ടായാൽ അവിടെ വുളൂ എടുക്കാനൊന്നും നമുക്ക് സമയം കിട്ടൂല. സൗകര്യപ്പെടുകയാണെങ്കിൽ കൈയായാലും കാലായാലും ഒക്കെ നമ്മൾ ഒരു വുളുവോടുകൂടെ കെട്ടാൻ ശ്രദ്ധിക്കണം. ശരിക്കും തന്നെ നമ്മൾ കെട്ടിയ ഈ പിന്നെ ശീല വുളൂ ചെയ്യുന്ന അവസരത്തിൽ ഊരാൻ പറ്റുമെങ്കിൽ ഊരണം എന്നാ. സാധാരണ നമ്മൾ ഈ ഒടിഞ്ഞാൽ കെട്ടിയാൽ ഇപ്പോൾ പിന്നെ ഊരാൻ പറ്റിയ രൂപത്തിലൊന്നല്ല ആവുക. ഒരു ആഴ്ച, രണ്ടാഴ്ച, ഒരു 10 ദിവസത്തിനൊക്കെ പിന്നെ കെട്ടി തയ്ക്കാൻ പറ്റില്ലെന്നൊക്കെ ഡോക്ടർ പറയുമല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ മുറിയുടെ പേരിൽ തൈമം ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, സാധാ പോലെ വുളൂ ചെയ്യണം, എല്ലാ ഭാഗത്തും വെള്ളമാക്കി. പിന്നെ ആകെയുള്ള പ്രശ്നം, ഈ ഭാഗത്തൊരു മുറിയുണ്ട്, അവിടെ വെള്ളമാക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ വെള്ളമാക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആ തൈമം ചെയ്യുന്നെങ്കിൽ എവിടെ നമുക്ക് മുറിയിൽ കയ്യിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, എവിടെയാണോ മുറിയുള്ളത്, എവിടെയാണോ പ്രശ്നമുള്ളത്, ആ സ്ഥലം എത്തുമ്പോൾ മാത്രമേ തൈമം ചെയ്യാൻ പറ്റൂ. ഉദാഹരണത്തിന് കയ്യിലാണ് മുറിയെങ്കിൽ കൈ കഴുകേണ്ട സമയം എപ്പോഴാണ്? എല്ലാവർക്കും അറിയാം, കൈ നമ്മൾ സാധാരണ വുളൂ ചെയ്യുമ്പോൾ കൈ കഴുകൽ മുഖം കഴുകിയതിന് ശേഷമാണ് നമ്മൾ കൈ കഴുകാറുള്ളത്. അപ്പോൾ മുഖം കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ തൈമം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആദ്യം തന്നെയാണ് തൈമം ചെയ്യാൻ പറ്റൂല. അല്ലെ അവസാനമൊക്കെ പാടെ മുഖമൊക്കെ കഴുകി വുളുവൊക്കെ എടുത്ത് പൂർത്തിയാക്കി പോയിട്ട് പിന്നെ പോയിട്ടും തൈമം ചെയ്യാൻ പറ്റൂല. ഇടയിൽ വെച്ചാൽ ചെയ്യേണ്ടത്. അപ്പോൾ കൈയാവുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഖം കഴുകിയതിന് ശേഷം, കൈ കഴുകുന്ന സമയമാണല്ലോ ഇപ്പോൾ, മുഖം കഴുകിയാൽ പിന്നെ എല്ലാവർക്കും അറിയാം കൈയാണ്. ആ സമയത്താണ് നമ്മൾ തൈമം ചെയ്യേണ്ടത്. അതും ആദ്യം കഴുകുക, എന്നിട്ട് പിന്നെ തൈമം ചെയ്യാം, രണ്ടും പറ്റും. മുഖം കഴുകിയതിന് ശേഷം പിന്നീട് തൈമം ചെയ്തിട്ട് പിന്നെ കൈ കഴുകുക, ആ രീതിയാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ കയ്യിലൊരു മുറിയുണ്ട്, ഒന്നും കെട്ടിയിട്ടൊന്നുമില്ല, എന്നാൽ നമ്മൾ സാധാരണ പോലെ വുളൂ ചെയ്യുന്നു, മുഖം വരെ എത്തി. ഈ നമ്മൾ തൈമം ചെയ്യുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഉണ്ടാവും, അതൊക്കെ ശരിക്കും തുടച്ച് നീക്കേണ്ടി വരും. എന്നിട്ട് മണ്ണ് കൊടുത്തിട്ട് ഒന്നാമത്തെ അടി അടിച്ചിട്ട് മുഖം, രണ്ടാമത്തെ അടി ഈ പറയപ്പെട്ടതുപോലെ രണ്ട് കൈയും ഈ ഭാഗമൊക്കെ, എല്ലാ മുറിയുടെ ഭാഗമൊക്കെ, എല്ലാ ഭാഗത്തേക്കും ആ മണ്ണ് തടയും, മണ്ണോടുകൂടെ തടയും. ഇങ്ങനെയാണ് അത് തടവേണ്ടത്. ഇനി മറ്റൊരു രൂപം നമ്മൾ കാണുന്നത്, ഈ കയ്യിൽ മുറിയായിട്ട് നമ്മൾ പ്ലാസ്റ്ററോ മറ്റൊക്കെ ഇട്ട് കെട്ടും, ശീല കൊണ്ട് കെട്ടും, അല്ലെങ്കിൽ ഒടിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കെട്ടുന്നത് കാണാറുണ്ടല്ലോ, അങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എത്രയാണോ കെട്ടൽ നിർബന്ധമായത് ആ ഭാഗം മാത്രമേ കെട്ടാൻ പാടുള്ളൂ. കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് മുറിൻ്റെ പരിധി വിട്ടിട്ട് നമ്മളിപ്പോൾ ഇത്ര വരെ ആവശ്യമുള്ളൂ കെട്ട്, ഇതുവരെ കെട്ടേണ്ട ആ പരിധിയിൽ നിന്ന് വിട്ടിട്ട് ഇത്രയും നമ്മൾ എക്സ്ട്രാ കെട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ആ നിസ്കാരം മടക്കി നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിച്ചാലും ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടി വരും. അതുപോലെ മുറിയിൽ രക്തം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പിന്നെ ശുദ്ധിയോടുകൂടെ വെച്ച് കെട്ടിയാലും ഇല്ലെങ്കിലൊക്കെ നമ്മൾ മടക്കി നിസ്കരിക്കേണ്ടി വരും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രക്തം ഉണ്ടാവുന്നത് ശ്രദ്ധിക്കണം. അതേപോലെ കൂടുതൽ കെട്ടുന്ന സമയത്ത് കൂടുതലാവാതിരിക്കാനും ശ്രദ്ധിക്കണം.
അപ്പൊ കയ്യിൽ കെട്ടുണ്ട്, സീല കൊണ്ട് കെട്ടിയിട്ടുണ്ട്, എന്നാൽ തൈമം ചെയ്യുമ്പോൾ ഈ പറയപ്പെട്ടതുപോലെ തൈമം ചെയ്യണം. പക്ഷെ ആ കെട്ടിന്റെ മീതെ നമ്മൾ മണ്ണ് കൊണ്ട് തടയേണ്ടതില്ല. മണ്ണ് കൊണ്ട് തടവൽ ആ കെട്ടല്ലാത്ത ഭാഗങ്ങളിൽ മാത്രം മതി. എന്നാൽ കഴുകുന്ന സമയത്ത്, മറ്റുള്ള ഭാഗങ്ങൾ കഴുകുന്ന സമയത്ത് ഈ കെട്ടിയ ഭാഗത്തിന്റെ മേൽ വെള്ളം കൊണ്ട് അല്പം ഒന്ന് തടവൽ നിർബന്ധമാണ് ആ ഭാഗം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ മണ്ണ് കൊണ്ട് തടവേണ്ടതില്ല. വെള്ളം കൊണ്ട് നമ്മൾ കഴുകുന്ന സമയത്ത് തടവൽ നിർബന്ധമാണ്. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാവേണ്ടല്ലോ. നമുക്ക് മുറിവ് പറ്റിയ അവയവം, ആ അവയവത്തിൽ പ്ലാസ്റ്റർ പോലത്തെ മറ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. പ്ലാസ്റ്റർ ഇട്ടുണ്ടാവും കയ്യിൽ, അല്ലെങ്കിൽ ഒരു സീല കഷ്ണം കൊണ്ട് കെട്ടിയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ആ മുറിവ് നമ്മൾ കെട്ടിയിട്ട് ഉണ്ടാവുകയുമില്ല. രണ്ട് രീതിയാണ് ഇത്. അപ്പോൾ മറയില്ലെങ്കിൽ, ഇല്ലം യക്കുൻ അലൈഹി സാത്തിറുൻ, ആ സ്ഥലത്ത് മറയില്ലെങ്കിൽ, ലാ യജിബു മസ്ഊബിൽ മാ, വെള്ളം കൊണ്ട് അവിടെ തടവേണ്ടതില്ല. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എവിടെ കെട്ടിയിട്ടൊന്നുമില്ല, എന്നാൽ വെള്ളം കൊണ്ട് അവിടെ തടവൽ നിർബന്ധം ഇല്ല. മറിച്ച്, കാരണം അതിന്റെ പേരിലാണ് നമ്മൾ തേമം ചെയ്യുന്നത്. അതൊക്കെ വെള്ളം ആവാതിരിക്കാനാണ് നമ്മൾ തേമം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെള്ളം കൊണ്ടാവണ്ട. പക്ഷെ മണ്ണുകൊണ്ട് ആകുമ്പോൾ വേണം, സാധ്യമാവുമെങ്കിൽ. ചിലപ്പോൾ വലിയ മുറിയൊക്കെയാണ്, മണ്ണൊക്കെ ആക്കി പ്രയാസാണെന്നുണ്ടെങ്കിൽ നിർബന്ധമല്ല. സാധ്യമാവുമെങ്കിൽ തൈമം ചെയ്യുന്ന അവസരത്തിൽ മണ്ണ് അവിടേക്ക് ആവാൻ ശ്രദ്ധിക്കാം. പക്ഷെ വെള്ളം ആക്കണ്ട. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഏത് അവയവത്തിലും, ഇപ്പോൾ പിന്നെ പ്ലാസ്റ്റർ പോലത്തെ ഇട്ടിട്ടുണ്ടെങ്കിലും, പിന്നെ ഒന്നും മറയൊന്നും ഇല്ലെങ്കിലും ശരി, പരമാവധി വെള്ളം എത്തണം. ഇപ്പൊ ഇവിടെ ഒരു മുറിയുണ്ട് അടുത്ത കൈൻ്റെ ഒരു ഭാഗത്ത്, അപ്പൊ അതിനു വേണ്ടി തേമം ചെയ്യാണ്. എന്നാൽ കഴുകുന്ന അവസരത്തിൽ സ്വഹിയായ ഭാഗം, ബാക്കിയുള്ള ഭാഗം, മുറിയില്ലാത്ത ഭാഗങ്ങൾ കഴുകുമല്ലോ, ആ സമയത്ത് പരമാവധി വെള്ളം എല്ലായിടത്തും എത്തണം, ആ മുറിയില്ലാത്ത ഭാഗങ്ങളിലൊക്കെ. അപ്പം മുറിയുടെ തൊട്ടടുത്ത ഭാഗങ്ങൾ, അതൊക്കെ പണ്ഡിതന്മാർ വിവരിച്ചേ കാണാൻ കഴിയൂ. ഒരു നനക്കപ്പെട്ട ഒരു സീല, ഒരു കോട്ടന്റെ സീല എടുത്താൽ മതി, അതെടുത്തിട്ട് അതിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടിച്ചു കൊടുക്കണം. അപ്പൊ പരമാവധി വെള്ളത്താം, മുറിയുടെ ഭാഗത്തേക്ക് വെള്ളത്തിൽ നിർബന്ധമില്ല. ഇനി നമ്മുടെ മുറിയിൽ അല്ലെങ്കിൽ കൈ ഒടിഞ്ഞതിന്റെ പേരിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറിച്ചിലെ കണ്ണു കെട്ടിയിട്ടുണ്ടെങ്കിൽ, അവിടെ കഴുകുന്ന സമയത്ത് ആ കെട്ടിന്റെ മുകളിലൂടെ ഒരല്പം വെള്ളം എടുത്തിട്ട് തടവൽ നിർബന്ധം ആണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. മണ്ണ് കൊണ്ട് തടവൽ നിർബന്ധം ഇല്ല. ഇനി തൈമം ചെയ്ത് നിസ്കാരം മടക്കണ്ടേ? തൈമം ചെയ്ത് നിസ്കരിച്ച നിസ്കാരങ്ങൾ മടക്കൽ നിർബന്ധമായതും ഉണ്ട്, മടക്കൽ നിർബന്ധം ഇല്ലാത്തതുമുണ്ട്. നമ്മുടെ കാര്യമായ ചർച്ച പിന്നെ അവയവങ്ങളിൽ വരുന്ന മുറിയുടെ പേരിലാണ് നമ്മൾ തൈമം ചെയ്തത്. അതാണ് കൂടുതൽ വരാം. അപ്പോൾ അത് കാരണം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ അവയവത്തിൽ ഉളുവിൻ്റെ അവയവങ്ങൾ എല്ലാവർക്കും അറിയാലോ. തൈമൂമിൻ്റെ അവയവം പറയാം. ഉളുവിൻ്റെ അവയവങ്ങളിൽപ്പെട്ട 2 അവയവം മാത്രമേ തൈമൂമിൻ്റെ അവയവമുള്ളൂ, അഥവാ മുഖവും കൈയും. അപ്പൊ ഏതായാലും തൈമൂമിൻ്റെ അവയവത്തിലായാലും ബാക്കിയുള്ള ഉളുവിൻ്റെ അവയവത്തിലായാലും നമ്മൾ കെട്ടുകയാണെങ്കിൽ ശുദ്ധിയോടുകൂടെ വെച്ച് കെട്ടാൻ ശ്രദ്ധിക്കണം. ശുദ്ധിയോടുകൂടെ വെച്ച് കെട്ടണം. ശുദ്ധിയില്ലാതെ വെച്ച് കെട്ടിയ, അപ്പോൾ ഹോസ്പിറ്റലിൽ പെട്ടെന്നൊരു അപകടം ഉണ്ടായിട്ട് ചിലപ്പം കുതു ചെയ്യാൻ സാധിച്ചോളുന്നില്ല. സാധിക്കുന്ന ഒരവസരമാണെങ്കിൽ, സന്ദർഭമാണെങ്കിൽ, പിന്നെ പെണ്ണുങ്ങൾ തൊട്ടാൽ ആണുങ്ങളെ, പെണ്ണുങ്ങൾ തൊട്ടാലൊക്കെ ഉതു മുറിയുന്ന അവസരം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉതു മുറിയുന്ന കാര്യങ്ങളുടെ പിന്നെ അവിടെ ഉതു ചെയ്ത ഉതുവിന് ഒരു പ്രസക്തിയില്ല, അത് വേറെ വിഷയം.
ഏതായാലും ഒരു പൂർണ്ണമായ വുളുവോട് കൂടെയാണ് നമ്മൾ കിട്ടിയതെങ്കിൽ അവിടെ മടക്കേണ്ടത് ഇല്ല എന്ന്. അവിടെ ഒരു ചർച്ചയുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. തയമ്മുമിന്റെ അവയവത്തിനാണ് മുറിയെങ്കിൽ, മുഖത്തിലോ കയ്യിലോ ആണെങ്കിൽ പണ്ഡിതന്മാർക്ക് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ട്. നിരുപാധികം മടക്കണം എന്ന് പറഞ്ഞ ഒരു കൂട്ടം പണ്ഡിതന്മാരുണ്ട്. അഥവാ മുഖത്തിലോ കയ്യിലോ മുറി പറ്റിയതിന്റെ പേര് തേമം ചെയ്യുകയാണെങ്കിൽ ശുദ്ധിയോടുകൂടെ വെച്ച് കെട്ടിയാലും, ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ടപ്പോൾ ശുദ്ധിയോടുകൂടെയാണ് ഇട്ടത്, എന്നാൽ മടക്കണം എന്നാൽ ചില പണ്ഡിതന്മാർ, അല്ലാമ ഇബ്നു ഹജർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തൂഫയിൽ നിന്നൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് ശുദ്ധിയോടുകൂടെ വെച്ച് കെട്ടിയതാണ് മടക്കേണ്ടതില്ല എന്നർത്ഥം. മറ്റുള്ള അവയവത്തെ ആണെങ്കിൽ, അഥവാ കാലിലൊക്കെ ആണെങ്കിൽ ഏതായാലും ശുദ്ധിയോടുകൂടി വെച്ച് കെട്ടിയാൽ മടക്കേണ്ടതില്ല. പിന്നെ ഈ മുറിയിൽ അമിതമായി രക്തമുണ്ട്. ഇൻകാന ബിജുർഹിൽ മുതയമ്മിമി ദമുൻ കസീർ, അധികരിച്ച രക്തമുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായും എങ്ങനെയായാലും മടക്കൽ നിർബന്ധം. പക്ഷെ മുറിയായതൊക്കെ ആണെങ്കിൽ, പൊട്ടിയതിന്റെ പേരിൽ മറ്റൊക്കെ ആണെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ വലിയ മുറിയായതിന്റെ പേരിലാണ് തൈമം ചെയ്തെങ്കിൽ ചിലപ്പോൾ നല്ല രക്തം ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം മടക്കേണ്ടി. ആവശ്യത്തിലധികം കെട്ടിയിട്ടുണ്ടെങ്കിൽ, കെട്ടൽ നിർബന്ധമായത് ഇത്രയേ ഉള്ളൂ, പകുതി കെട്ടിയത്, പക്ഷെ അധികം കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും മടക്കി നിസ്കരിക്കേണ്ടി വരും. അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെയൊക്കെ പൂർണ്ണമായി വെള്ളം എത്തിക്കേണ്ട ഭാഗമായിരുന്നു, പക്ഷെ അവിടെ വെള്ളം എത്താൻ കഴിയില്ല പിന്നെ ഈ കെട്ടുകൊണ്ട്. അപ്പോൾ അത് തടസ്സമായി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മടക്കാം. അപ്പോൾ ഇതാണ് ഈ നമ്മൾ പിന്നെ ഈ മുറിയായി മറ്റൊക്കെ ആയതിൻ്റെ പേരിൽ നമ്മൾ തൈമം ചെയ്ത് നിസ്കരിച്ചാൽ മടക്കേണ്ട രൂപങ്ങൾ. ഇനി തൈമം ചെയ്യേണ്ട രൂപങ്ങൾ കൃത്യമായി നമ്മൾ വിവരിച്ചല്ലോ. ചില കാര്യങ്ങളെ കൊണ്ട് പിന്നെ തൈമം ബാത്തിലാവുന്നു. ഇപ്പോൾ അശുദ്ധി ഉണ്ടായാലൊക്കെ തൈമം ബാത്തിലാവും. ഒന്നുകൂടി കാര്യങ്ങളെ കൊണ്ടൊക്കെ തൈമം ബാത്തിലാവും. വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ ളുഹറിന് വേണ്ടി തൈമം ചെയ്തു, ളുഹറിന്റെ സമയമായതിനു ശേഷം സ്വഹിയായ ഭാഗങ്ങളൊക്കെ കഴുകുകയും ചെയ്തു. അപ്പോൾ പൂർണ്ണമായി ഒരു ഉളൂവും കിട്ടി. പൂർണ്ണമായെന്ന് പറഞ്ഞാൽ ആ പറയപ്പെട്ടതുപോലെ നിയമങ്ങളൊക്കെ പാലിച്ചുള്ള ഒരു ഉളൂ. വെള്ളം ചേർക്കാൻ വയ്യാത്തോട്ട് കൂടെ കഴിയൂലല്ലോ. അപ്പം അതിൻ്റെ പേരിൽ തൈമം ചെയ്തു. ഹസറിന്റെ സമയമായി, എന്നാൽ ഈ ഉളൂ മുറിഞ്ഞിട്ടില്ലെങ്കിൽ, അശുദ്ധി ഉണ്ടായിട്ടില്ല, എന്നാൽ ഇനി അയാൾ തൈമം മാത്രം ചെയ്താൽ മതി. തൈമം മാത്രം ചെയ്താൽ മതി. അപ്പം അസന് തൈമം ചെയ്യുന്ന നിർബന്ധം മുറിഞ്ഞിട്ടില്ലെങ്കിൽ. കാരണം ഫർലാക്കപ്പെട്ട നിസ്കാരം ഒന്നേ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞല്ലോ. വലിയ അശുദ്ധിയുടെ പേര്, ഇപ്പോൾ ഹൈള് മുറിഞ്ഞതിൻ്റെ പേര് നമ്മൾ കുളിക്കാൻ വെള്ളം ചില ഭാഗത്ത് വെള്ളമാക്കാൻ കഴിയുന്നില്ല, എന്നാൽ അപ്പോൾ തൈമം ചെയ്ത് നിർബന്ധമാണ്. വലിയ ശുദ്ധിക്കൊണ്ട് തൈമം. പക്ഷെ അവിടെ ആ തെർത്തീമില്ല. അഥവാ കാരണം വലിയ ശുദ്ധി ഇവിടുന്ന് തുടങ്ങുന്ന നിർബന്ധമല്ലേ ഉണ്ടോ. കുളിക്ക് സുന്നത്തായ രൂപങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നുമില്ല അങ്ങനല്ല. ആദ്യം ഈ അവയവാണ് പിന്നതാണ് എന്നുള്ള ഒരു നിയമമുണ്ട്. പക്ഷെ കുളിയിൽ അങ്ങനെ നിർബന്ധമല്ല, എവിടുന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തൈമം ചെയ്യുക, എന്നിട്ട് കുളിക്കുക, അല്ലെങ്കിൽ കുളിച്ചിട്ട് തൈമം ചെയ്യുക, രണ്ടും പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തൈമമിൻ്റെ ചെറിയ രൂപത്തിലുള്ള മസാലകൾ. ഒരുപാട് മസാലകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട്. പിന്നെ ഒരു വിശാലമായ പഠനങ്ങൾ നടത്തേണ്ട ഒരു വിഷയം കൂടിയാണ് തൈമം എന്നുള്ളത്. ചുരുക്കത്തിൽ ഇസ്ലാം നമുക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇളവ് നൽകുന്നുണ്ട്. ഉളൂ ചെയ്യാൻ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പൂർണ്ണമായി വെള്ളം ഉപയോഗിക്കൽ പ്രയാസമാകുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് തൈമം ചെയ്യാം. ഒരു റുഖ്സ ഇളവായിട്ട് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. മടക്കൽ നിർബന്ധമാണല്ലോ, എന്നാൽ പിന്നെ ഇനി അവസാനം ഏതായാലും അസുഖമൊക്കെ മാറിയിട്ട് നിസ്കാരം കഥ വിട്ടാം എന്ന്
ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. വളരെ കുറ്റമാണ്, ഗൗരവമാണ്. എങ്ങനെയാണ് നിസ്കരിക്കണം, നിസ്കാരം ഒഴിവാക്കാനോ പിന്തിപ്പിക്കാനോ നമ്മുടെ മുമ്പിൽ ഒരു വകുപ്പുമില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ. നിസ്കരിക്കാം സമയമായിട്ട്. അത് നമ്മൾ നിസ്കരിക്കണം, നമ്മുടെ മക്കളോടും നമ്മൾ കൽപ്പിക്കാം. എങ്ങനെയായാലും എല്ലാ ഘട്ടങ്ങളിലും നിസ്കാരം, ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരം നിർബന്ധമാണ്. അത് ഉളു ചെയ്യാൻ കഴിഞ്ഞാൽ അങ്ങനെ, ഉളുവിൽ തൈമം ചെയ്യണം അങ്ങനെ, രണ്ടിനും പറ്റിയില്ലെങ്കിൽ നാം നിസ്കരിക്കാം. നജസുണ്ടെങ്കിൽ നിസ്കരിക്കാം. ഔറത്ത് വറക്കാൻ ഒരു ഡ്രസ്സ് ഉണ്ടാവും, നിസ്കരിക്കാം. നിസ്കാരം നിർബന്ധം. യാത്രയിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ സമയമായി, നിസ്കരിക്കണം. കടലിലാണ് നിസ്കരിക്കണം, ട്രെയിനിലാണ്, എങ്ങനെയായാലും നിസ്കാരം നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അതിനൊക്കെ നമ്മൾ എങ്ങനെ നിസ്കരിക്കണം ഇതൊക്കെ പലരും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി അറിയാത്ത കാര്യങ്ങൾ അവസരം വരുമ്പോൾ നമ്മളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് നമ്മൾ പ്രാവർത്തികമാക്കാം. ഇതിൽ ഈ സംശയങ്ങളും മറ്റുമുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളെ സംശയങ്ങൾ തീർക്കാം. ഒരു ക്ലാസ് ആകുമ്പോൾ, ഒരു ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ എൻ്റെ മുമ്പിൽ ഓർമ്മയുള്ളത് ചെറിയൊരു ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമാണ്. ഇതിൻ്റെ അർത്ഥം ഈ ക്ലാസ്സോട് കൂടെ തയമ്മുമിൻ്റെ എല്ലാ മസ്തലകളും ഞാനിവിടെ പറഞ്ഞു എന്നാലും ധരിക്കരുത്. സമ്പൂർണ്ണമല്ല, ഒരുപാട് മസ്തലകൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിച്ചു. ഒരവസരത്തിൽ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് തലക്ക് വലിയ ഒരു മുറിവ് പറ്റി. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? കുളി അദ്ദേഹത്തിന് നിർബന്ധമായി. ഒരു കുളി നിർബന്ധമായ ഒരു അവസരം, നിർബന്ധമായ കുളി കുളിക്കണം. പക്ഷെ വലിയ മുറിയുണ്ട്, വെള്ളം തട്ടിയാൽ പ്രയാസമാണ്. ചില ആളുകൾ പറഞ്ഞു കുളിക്കുമ്പോൾ വെള്ളം ചേർക്കൽ നിർബന്ധമാണ്, കുളിച്ചേ മതിയാകൂ, ആ കുളിക്കുമ്പോൾ വെള്ളം കൊണ്ട് കുളിക്കൽ നിർബന്ധമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായി കുളി കുളിച്ചപ്പോൾ വെള്ളം ഉപയോഗിച്ച് കുളിച്ചു. ശരീരത്തിൻ്റെ ഭാഗത്തിൽ വെള്ളമാക്കുന്ന കൂട്ടത്തിൽ തലയിൽ വെള്ളം ഒഴിച്ചു. വലിയ മുറിയായിരുന്നു. ആ വെള്ളം ആ ഭാഗത്തേക്ക് ആയതിൻ്റെ പേരിൽ അദ്ദേഹം മരണപ്പെട്ടു കഴിയുക. അത്രമാത്രം ഗൗരവമുള്ള വിഷയമായിരിക്കാം. ഈ വിഷയം നബി തങ്ങളുടെ ഹലറത്തിലെത്തി. വിഷയം തങ്ങൾക്ക് എത്തിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഗൗരവപൂർവ്വം കതലൂ, കൊന്നുപോയി അവർ അദ്ദേഹത്തെ. കതലഹുമുല്ലാ, അതൊരു ഗൗരവത്തിന്റെ വാക്കാ. ചെയ്യാൻ പാടില്ല. ഇനിങ്ങനെ ഇതാണ് ചെയ്യേണ്ടത്. ഫലം യകുൻ ശിഫാഉൽ ഗയ്യി അസ്വാൽ. ജഹൽ, അറിയാത്തതിൻ്റെ, ഒരു കാര്യത്തെക്കുറിച്ച് വിവരമില്ലാത്തതിൻ്റെ പരിഹാരം, അതിൻ്റെ ശിഫാവ്, അത് അസ്വാൽ, ചോദിക്കല. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ അറിയാതെ ഫത്വ കൊടുത്തു, അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു, അദ്ദേഹം അതിൻ്റെ പേര് മരണപ്പെട്ടു പോയി. അപ്പം നമുക്ക് ഏത് വിഷയത്തെക്കുറിച്ചോ അറിയുന്നില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളത് ചെയ്യണം. അപ്പോൾ ഈ ക്ലാസ്സോട് കൂടെ നമ്മുടെ എല്ലാ വിഷയങ്ങളും സമ്പൂർണ്ണമായിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ വന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. വിശദമായ പഠനങ്ങൾ നിങ്ങൾ നടത്തണം. അതിനുള്ള ഏത് പഠനം അങ്ങനെ തന്നെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ അങ്ങനെ തന്നെ. ആ വിഷയത്തിൽ ആ സമയത്തിൽ നിന്നുകൊണ്ട്, ആ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ, അതിൽ നിന്നുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാ ക്ലാസ്സുകളും. പിന്നെ നമുക്കതിനെ പറ്റി ഒരു കാഴ്ചപ്പാട് എത്തുമ്പോൾ, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഇനി അങ്ങനെ ആയാലും എന്തേ കാര്യം, ഇങ്ങനെ ആയാലും എന്തേ കാര്യം എന്നൊക്കെ സംശയങ്ങൾ നമുക്ക് വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംശയം കൂടുതൽ പഠിക്കാൻ സൗകര്യമുള്ള കാലമാണിത്. ഇത്തരം ക്ലാസ്സുകളുമൊക്കെ ഉപയോഗപ്പെടുത്തുക. പരിശുദ്ധമായ റമദാനിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു കുറ്റമറ്റ രീതിയിൽ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ചെറുതു വലുതുമായ ദോഷങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് അള്ളാഹു നമുക്ക് മാത്രം നൽകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.